ഈ കാണുന്നതാണ് പ്ലാനോഫിക്സ്. ഒരു ഫെർട്ടിലൈസർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹോർമോണാണ്, ഒരു പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറാണ്. നമ്മുടെ ചെടികൾക്ക് കായക്കില്ലേ, നമ്മുടെ മാങ്ങ ആയിക്കോട്ടെ, ചാമ്പ, സീലുബി, സപ്പോട്ട, അപ്പോൾ ഇതിനൊക്കെ നമ്മൾ മെയിനായിട്ട് മാങ്ങാക്ക് കൂട്ടാം. അത്യാവശ്യം സൈസായി കഴിഞ്ഞൊരു കാപൊഴിച്ചിലുണ്ടാവും. ആ കാപൊഴിച്ചിലിനെ ഒഴിവാക്കാൻ പറ്റിയൊരു ഹോർമോണാണ് പ്ലാനോഫിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ നാപ്തിൽ അസറ്റിക് ആസിഡ് 4.5. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയാണ്. ഞാൻ ഇതിൻ്റെ 2ാമത്തെ ഡോസ് അടിച്ചു, എന്നിട്ട് നമുക്ക് പറഞ്ഞാൽ മതിയല്ലോ. അപ്പം ഫസ്റ്റ് ഡോസ് അടിച്ച് ഞാൻ ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ 2ാമത്തെ ഡോസ് അടിച്ചത്. കാരണം നോക്കണം ചെടികൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. ഒരു ചെടിക്ക് ഞാൻ കുഴപ്പം കണ്ടു. ഞാൻ അടിച്ചത് സീലൂബിക്കും സപ്പോർട്ടയ്ക്കും മാത്രമേ അടിച്ചുള്ളൂ. ആ സമയത്ത് എൻ്റെ അത്തി ഉണ്ടായിരുന്നു. അത്തിക്ക് ഞാൻ അടിച്ചു നോക്കി. ഞാൻ എടുത്ത് 0.3 ml ആണ്. 0.3 ml, കാരണം ഇത് 4.5 ലിറ്ററിന് 1 ml ആണ് ഇതിൻ്റെ കണക്ക്. അപ്പം എനിക്ക് അത്ര ഇല്ലാത്തതുകൊണ്ട് ഞാൻ 1 ലിറ്ററിൻ്റെ അകത്ത് 0.3 ml എടുത്തു. അത്തിക്ക് കുറച്ച് പ്രശ്നമായിട്ട് തോന്നി. എൻ്റെ ഇലയ്ക്ക് പെട്ടെന്നൊന്ന് ഡൗൺ ആയി, ഒന്ന് കൊഴിയാന്നല്ല, ഒരു ക്ഷീണം വന്നു. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ, സ്ഥിരം നിൽക്കുന്ന ചെടി പെട്ടെന്ന് മാറ്റം വരുമ്പോൾ. അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായി. ഒന്ന് ഡോസ് കൂടി, അത്തിക്ക് ഡോസ് കൂടുതലാണ്. ചിലപ്പോൾ 0.2 0.1 ആവശ്യം അത്തിക്ക് വരുള്ളൂ. പക്ഷേ നമ്മുടെ സീഡ്ലൂബിക്കും ബനാന സപ്പോർട്ടയ്ക്കും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഇത് വീണ്ടും 16ാം ദിവസം വീണ്ടും അടിച്ചു. ഇപ്പോൾ അടിച്ചിട്ട് 2 ദിവസമായി. ഞാൻ നോക്കിയിട്ട് ചെയ്താൽ മതിയല്ലോ. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി. ഇതാണ് ഏറ്റവും മിനിമം സൈസ്, 100 ml. റേറ്റ് എനിക്കൊന്ന് 170 1 സംതിങ് 170 130ക്ക് എനിക്ക് കിട്ടി. 130 രൂപയ്ക്ക് എനിക്ക് കിട്ടി. ഓൺലൈനിൽ തന്നെ 140 രൂപ വില ഉണ്ട്. പിന്നെ ഡെലിവറി ചാർജ് കൊടുക്കണം. ഇതെനിക്ക് കടയിൽ നിന്ന് കിട്ടിയതുകൊണ്ട് എനിക്ക് 130 രൂപയ്ക്ക് തന്നെ കിട്ടി. പിന്നെ അടിക്കുമ്പം കൊഴിച്ചൽ മാത്രമല്ല, അതിൻ്റെ നമ്മുടെ ഫ്രൂട്ടിൻ്റെ സൈസ് വലുതാവാം, അതിൻ്റെ സ്വീറ്റ്നെസ് കൂടാം, അതിൻ്റെ ടെക്സ്ചർ പെർഫെക്റ്റ് ആവാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇത് അടിക്കുമ്പോൾ കിട്ടുന്നതാണ് പറയുന്നത്. അത്യാവശ്യം നല്ല റിസൾട്ടുള്ളതാണ്. ഇത് ലോക്കലൊന്നുമല്ല, ഇത് നമ്മുടെ ബെയറിൻ്റെയാണ്, ജർമ്മൻ മെയ്ഡ് സാധനമാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അപ്പം 100% നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. പക്ഷേ അടിക്കുമ്പം അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ അളവ്, ഡോസിൽ വളരെ നോക്കിയടിക്കണം. കാരണം ഒരു 4 ലിറ്ററാണ് 1 ml. ചെറിയ പ്ലാന്റ് ഉള്ള ആൾക്കാർ ഒരു സിറിഞ്ച് യൂസ് ചെയ്യുക, ഒരു വളരെ ചെറിയ അളവ്. ഇപ്പോൾ 2.5 മില്ലി വരുന്ന സിറിഞ്ചാകുമ്പോൾ അതിൻ്റെ അത് ഞാൻ അതാ യൂസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. 2.5 സൈസ് വരുന്ന സിറിഞ്ചാകുമ്പോൾ അതിനകത്ത് നമുക്ക് 0.1 0.2 0.3 ഒക്കെ എടുക്കാൻ പറ്റും. ഇതാണ് സിറിഞ്ച് കേട്ടോ. പിന്നെ ഈ സിറിഞ്ച് 0.25 ആണ് മാക്സിമം അതിൻ്റെ സൈസ്. ഇതിനകത്തുള്ള ഓരോ വരെയും 0.1 ml ആണ്. 0.1 ആകുമ്പോൾ നമുക്ക് 0.1 2 3 0.3 അങ്ങനെ എടുത്തെടുത്ത് വരാം. കണ്ടോ, ഇത്ര എടുക്കുമ്പോഴാണ് 1 ml ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അര ml എടുക്കാം. അങ്ങനെ 0.1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് എടുക്കും. ഇത് ഞാൻ അന്വേഷിച്ചിട്ട് ഏറ്റവും ചെറുത് ഇതാണ് മെഡിക്കൽ സ്റ്റോറിൽ ഉള്ളത്. നിങ്ങൾ അടിച്ചു നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും 1-2 പ്ലാന്റുകൾക്ക് മാത്രം പ്ലാനോഫിക്സ് അടിച്ചു നോക്കുക. അടിച്ചു നോക്കി അതിന് പ്രശ്നങ്ങളുണ്ടോ നോക്കിയതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്തു. നമ്മളിപ്പോൾ ഒരു പുതിയ സാധനം എന്ത് വാങ്ങിയാലും ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കും. എങ്കിൽ ഒരു മരം ആദ്യം സീലൂബിക്ക് അടിച്ചു, കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വർഷം സീലൂബിക്കും അടിച്ചു, ബനാന സപ്പോർട്ടയ്ക്ക് അടിച്ചു, VNR വേരയ്ക്കും അടിച്ചു. ധൈര്യമായിട്ട് നമുക്ക് അടിക്കാം. അങ്ങനെയാണ് ഞാൻ കണക്കൂട്ടുന്നത്. ഇപ്പോൾ അല്ല, നമ്മൾ ചാടിക്കറി എല്ലാത്തിനും ഒരേ വളം, ഞാൻ വളം ചെയ്താൽ പോലും അങ്ങനെയാണ്. ഒരു 20 ദിവസം ഒരു വളം ഇട്ട് കൊടുത്ത് പ്രശ്നങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ മാത്രമേ അടുത്ത ചെടികൾക്ക് വളം കൊടുക്കുള്ളൂ. പ്രത്യേകിച്ച് ഫ്രൂട്ടുള്ള ചെടികൾക്ക്. ഫ്രൂട്ടില്ലാത്ത ഞാൻ കൊടുത്ത് പരീക്ഷിച്ച് നോക്കും. പ്ലാനോഫിക്സ് അടിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അത് എടുക്കുന്ന ഡോസ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒരു 0.3 എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 1 ലിറ്ററിൻ്റെ ഒരു ചെറിയ സ്പ്രെയറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 0.3 എടുക്കുന്നത്. എനിക്ക് അതിൻ്റെ ആവശ്യം ഞാൻ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 0.3 സിറിഞ്ചിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അതിനുശേഷം ബാക്കിയും കൂടെ വെള്ളം ആഡ് ചെയ്യണം. സിറിഞ്ചകത്ത് ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ വെള്ളം വെച്ചിട്ട് സ്പ്രേ ചെയ്യാം. അതിൻ്റെ അകത്തേക്ക് തന്നെ ആ സ്പ്രെയറിൽ നമ്മൾ പ്ലാനോഫിക്സ് എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലാനോഫിക്സ് എന്ന് പറയുന്ന ഹോർമോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അടിച്ച് കാണിക്കാം. ഫുള്ളായിട്ട് മരം നനയുന്ന പോലെ ഫുള്ളായിട്ട് തന്നെ അടിക്കാം. ഫുള്ളായിട്ട് തന്നെ ഇതുപോലെ ഫുള്ളായിട്ട് മരം നനയുന്ന പോലെ ഫുള്ളായിട്ട് തന്നെ അടിക്കുക. ഇനിയിപ്പം ഒരു 15 ദിവസം കഴിയുമ്പോൾ ഇനി അടിച്ചാൽ മതി. കാരണം ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു ഡോസ് കൊടുത്തതാണ്. ഇതിപ്പം 15 ദിവസം കഴിഞ്ഞു, അടുത്ത ഡോസ് അടിച്ചു. നല്ല എഫക്റ്റ് കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് അടിച്ചതിന് ശേഷം എൻ്റെ ഒരു ഫ്രൂട്ട് പോലും കൊഴിഞ്ഞിട്ടില്ല. അത്യാവശ്യം സൈസായിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിലേക്ക് കിട്ടുന്നതാണ് പ്ലാനോഫിക്സ്. ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്, ഓൺലൈനല്ല. ഓൺലൈനിൽ ഞാൻ വാങ്ങുമ്പോൾ സ്റ്റോക്ക് കുറവായിരുന്നു, അത് സ്റ്റോക്ക് തീർന്നു. അതുകൊണ്ട് ഞാൻ നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നോക്കി പ്ലാനോഫിക്സ് ഉണ്ട്, സെയിം പ്രോഡക്റ്റ് സെയിം ബ്രാൻഡ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അത്യാവശ്യമായിട്ട് ഫുള്ളായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക നനയുന്ന പോലെ തന്നെ.